നമസ്കാരം. ആഷാഢ അമാവാസി കഴിഞ്ഞതിന് ശേഷം നാം പൊതുവെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്ന ഒരു പുതിയ മാസമാണ് ജൂലൈ. നാം സാധാരണയായി മലയാള മാസ ആരംഭം മാത്രമാണ് എടുക്കാറുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് 1-ാം തീയതി നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഏറുന്നതിനാൽ ഈ ദിവസത്തിനും വളരെയേറെ പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു. സാലറി ലഭിക്കുന്നു, കുട്ടികളുടെ ഫീസ്, പേപ്പർ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ധനപരമായ കാര്യങ്ങൾ നിറവേറ്റുന്ന അല്ലെങ്കിൽ നൽകാനുള്ള ഒരു ദിവസമായി തന്നെ 1-ാം തീയതി മുതലുള്ള ദിവസങ്ങൾ ആരംഭിക്കുന്നതാണ്. അതിനാൽ തന്നെ മാസാദ്യമായി ഇംഗ്ലീഷ് മാസം 1 തന്നെ ഏവരും കണക്കാക്കുന്നതുമാണ്. ഇതിനാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും അതൊരു ശുഭ തുടക്കം, ശുഭ ആരംഭമായി കരുതപ്പെടുന്നതാണ്. ഇതിനാൽ തന്നെ ഒരു മാസം ആദ്യം ആ മാസത്തിൽ നമ്മളിൽ വന്നു ചേരുന്ന ശുഭ അശുഭ സൂചനകളെ കുറിച്ച് വിശദമായി തന്നെ അറിയുവാൻ സാധിക്കുന്നതുമാണ്. ലക്ഷണശാസ്ത്രത്തിലൂടെ ഇത് സാധിക്കുന്നു എന്നുള്ളതാകുന്നു. ഇത്തരത്തിൽ ജൂലൈ മാസം ഉടനീളം നമ്മളെ തേടി വരുന്ന ആ സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ശുഭലക്ഷണവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത് കാക്കയാണ്. ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരും ഒരു നിമിഷം കമന്റ് ബോക്സിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാക്ക ശനിദേവന്റെ വാഹനമാണ്. കാക്ക പിതൃക്കളുടെ ദൂതരായും കാക്കയെ കണക്കാക്കുന്നതാണ്. വരുന്ന നല്ല കാലത്തെക്കുറിച്ച് ഇവ ചില സൂചനകൾ പ്രകടമാക്കുന്നതുമാണ്. അത്തരത്തിൽ ഒന്നാണ് ഇന്നേ ദിവസം വീടുകളിൽ വരികയും കുഴി കുഴിക്കുന്നതായി കാണുന്നതും. ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ ധാരാളം പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാകുന്നു. നിധി പോലും ആ വീടുകളിൽ വന്ന് നിറയും എന്നാണ് പറയുക. അതേപോലെ മഞ്ഞ വസ്തു അല്ലെങ്കിൽ ധാന്യം, പുഷ്പം, വസ്ത്രം, ഇത്തരത്തിൽ മഞ്ഞ വസ്തുക്കളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ സ്വർണം, ധനം, സമൃദ്ധി എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാകുന്നു. ശുദ്ധജലം കുടിക്കുന്നു എങ്കിൽ ധനപരമായ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കാക്ക ജൂലൈ 1-ന്, അതായത് ഒരു പുതിയ മാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് സൗഭാഗ്യം നിറയും എന്ന സൂചന തന്നെയാകുന്നു. ശുഭവാർത്തകൾ. മനസ്സിന് സന്തോഷം, ശാന്തി നൽകുന്ന എന്തെങ്കിലും ശുഭവാർത്തകൾ ഇന്നേ ദിവസം കേൾക്കുവാൻ ഇടയായാൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. മാസം ഉടനീളം ശുഭകാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും എന്ന സൂചനയാകുന്നു. ധാരാളം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ചില സൂചനകൾ നിങ്ങൾക്ക് പ്രകടമാകുന്നതാണ്. ഉപ്പന്റെ ശബ്ദം ഇന്നേ ദിവസം കേൾക്കുന്നതായ സാഹചര്യം, ഉപ്പനെ കാണുന്നതായ സാഹചര്യം, കൂടാതെ ചെറു കിളികൾ, കുരുവികളുടെ ശബ്ദം ഇന്നേ ദിവസം ധാരാളമായി വീടുകളിൽ കേൾക്കുന്നതും കാണുവാൻ സാധിക്കുന്നതും ശുഭകരം തന്നെയാണ്. പല്ല് ചിലയ്ക്കുന്നു എങ്കിൽ അത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത്, സൗഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാകുന്നു. മനസ്സിൽ ഇന്നേ ദിവസം എന്തെന്നില്ലാതെ സന്തോഷം നിറയുന്നു. വിളക്ക് തെളിയിക്കുമ്പോൾ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്തെയും വന്നു ചേരാൻ പോകുന്ന ചില ശുഭകാര്യങ്ങളെയും സൗഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. ദീർഘനേരം ഇന്നേ ദിവസം വിളക്കുകൾ തെളിയുന്നതാണ്. കൂടുതൽ പ്രകാശത്തോടെ വിളക്ക് തെളിയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. മഞ്ഞ പൂമ്പാറ്റ. മഞ്ഞ പൂമ്പാറ്റയെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു. രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ മഞ്ഞ പൂമ്പാറ്റയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ഭാഗ്യം, ഉയർച്ച, വലിയ നേട്ടങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. കണ്ണ് തുടിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് സൗഭാഗ്യം തന്നെയാണ് എന്ന് പരാമർശിക്കാം. ഇന്നേ ദിവസം എന്തെന്നില്ലാതെ സ്ത്രീകളുടെ ഇടത്തെ കണ്ണ് തുടിക്കും, പുരുഷന്മാരുടെ വലത്തെ കണ്ണും തുടിക്കും. ഈ പ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ
അത് സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നു എന്നും ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ്. പുഷ്പം. നാം നടക്കുമ്പോൾ പുഷ്പം നിങ്ങളുടെ ശിരസിലേക്ക് തനിയെ വീഴുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ഉടനെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങളോ ഉയർച്ചയോ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാകുന്നു. ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. മത്സ്യം. ഇപ്പോൾ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ജലം കെട്ടി നിൽക്കുന്നതായ അവസ്ഥയുണ്ട്. അത്തരത്തിൽ ജലം കെട്ടി നിൽക്കുന്ന ഇടത്ത് മത്സ്യം അഥവാ മീൻ വരുന്നു എങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം കാണുന്നു എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന ലക്ഷ്മി കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തൊടുന്നതായ കാര്യങ്ങൾ എല്ലാം പൊന്നായി തീരുന്ന സാഹചര്യം, അതായത് നിങ്ങൾക്ക് വിജയങ്ങളോ നേട്ടങ്ങളോ ധനപരമായ ഉയർച്ചയോ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. പല വഴികളിലൂടെയും അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്നു. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നാണയം അല്ലെങ്കിൽ പണം അഥവാ നോട്ടാണ് എങ്കിലും നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എന്നും ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുകൂലമായി കടന്നു വരുന്നു എന്ന സൂചനയാണ്. ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുന്നതായ സാഹചര്യം, നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ധനപരമായ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു, ലാഭം നേടിയെടുക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഈ നാണയം നിങ്ങൾ ഒരിക്കലും കളയുവാൻ പാടുള്ളതല്ല. ഈ നാണയം കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം വിളക്കിന് മുൻപിൽ വച്ച് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന ഇടത്തോ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മഹാലക്ഷ്മി മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊന്ന് ഉപ്പനാണ്. ഉപ്പൻ നിങ്ങളുടെ വീടിന് ചുറ്റും നടക്കുന്നു എങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണവും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണവുമാണ്, ഭാഗ്യമാണ് എന്ന് പരാമർശിക്കാം. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ മംഗളകരമായ കർമ്മങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അത്തരം ചില സൂചനകളും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. സുഗന്ധം. വീടുകളിൽ ധാരാളമായി സുഗന്ധം നിറയുന്നതായ അവസ്ഥ, അത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അതല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ ഇപ്രകാരം സുഗന്ധം ധാരാളമായി അനുഭവപ്പെടുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. സ്ത്രീകളുടെ മുഖത്ത് ഇന്നേ ദിവസം പ്രത്യേകിച്ചും പ്രകാശം അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ശാന്തിയോടെയും സമാധാനത്തെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനാവശ്യമായ അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചിന്തകൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം മറ്റൊരു വ്യക്തിയിൽ നിന്നും സഹായം ലഭിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അനിവാര്യമായ ഘട്ടത്തിലാണ് എങ്കിൽ, അല്ലെങ്കിൽ പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്നാണ് എങ്കിൽ പോലും അത് ഈശ്വര കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു. ദൈവം കൂടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി കൂടെയുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും എന്ന സൂചന തന്നെയാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.